2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. 2 Corinthians chapter 3 verse 6. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. But the Spirit give life. Holy Spirit gives life. നമ്മളെല്ലാവരും പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഒരു ജീവിതമേ നമുക്ക് ഈ ഭൂമിയിലുള്ളെന്ന്. നമ്മളെല്ലാവരും ഒരു നല്ല ലൈഫിന് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒന്ന് കൈകളെ ഉയർത്താമോ? ബൈബിൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്, ആത്മാവോ ജീവിപ്പിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വ്യത്യസ്തമായ 2 കാലഘട്ടങ്ങളെയും വ്യത്യസ്തമായ 2 ശുശ്രൂഷകളെയും ഒറ്റ വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തുകയാണ്. ഒന്നുകൂടെ പറയാം, ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടതിന് ശേഷം തുറന്നു വന്ന ഒരു കാലഘട്ടത്തെയും ഒരൊറ്റ വാക്യത്തിനകത്ത് ഈ മനുഷ്യൻ വെളിപ്പാടിൽ ക്രോഡീകരിക്കുകയാണ്, ഏകോപിപ്പിക്കുകയാണ്, ഒറ്റ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. ഇത് ഇങ്ങനൊരു ഗ്രേസ്, ഇങ്ങനൊരു കൃപ ഞാൻ പൗലോസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇത്രയും എഴുതാൻ, വെളിപ്പാടിലൂടെ ഇത്രയും എഴുതി തരാൻ കൃപയുള്ള ഒരു അഭിഷിക്തനെ പുതിയ നിയമത്തിൽ ഞാൻ അധികം കാണുന്നില്ല. കാരണം നിങ്ങൾ ഓർക്കണം, പഴയ നിയമ കാലഘട്ടത്തെക്കുറിച്ച് ഒരൊറ്റ വാക്ക്, എത്ര ആയിരക്കണക്കിന് വർഷങ്ങൾ നടന്ന ഒരു ശുശ്രൂഷയാണ്. അതിനെ ഒറ്റ വാക്യത്തിൽ പുള്ളി കൊണ്ടുവന്നു, അക്ഷരം കൊല്ലുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തുറക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷയെ അടുത്ത ഒരൊറ്റ വാക്യത്തിൽ കൊണ്ടുവന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 2 കാലഘട്ടങ്ങളെ ഒറ്റ വാക്യത്തിൽ കൊണ്ടുവരികയാണ്. ഇനി ഇത് പറയുന്നത് ആരാണ്? ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അക്ഷരം കൊല്ലുന്നു എന്ന് വ്യക്തമാക്കിയതാരാണ്? പൗലോസ് തന്നെയാണ്. കാരണം ഈ പുള്ളി കൊല്ലുന്നവനായിരുന്നു. ഈ പുള്ളി ന്യായപ്രമാണത്തിൽ ജീവിച്ച് ആ ന്യായപ്രമാണത്തിൻ്റെ അകത്ത് കയറി അതിനകത്തൊരു മതഭ്രാന്തനായി, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മത തീവ്രവാദിയായി ന്യായപ്രമാണം അകത്ത് കയറി സ്തെഫാനോസിനെ ഉൾപ്പെടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂട്ടുനിന്ന് സഭയെ ഉപദ്രവിച്ച് ഒരു കുലപാതകനായി നടന്നൊരു മനുഷ്യനാണ് ഈ പൗലോസ്. അദ്ദേഹം തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു എന്ന്. എന്നാൽ ആ മനുഷ്യനെ, ആ കുലപാതകനെ, ആ ജീവിതം നയിച്ചവനെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ച്, കർത്താവ് യേശു അവനെ സന്ദർശിച്ച് അവനൊരു പുതിയ ജീവിതം കൊടുത്തപ്പോൾ ആ വ്യക്തി കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയ ഈ മനുഷ്യൻ അതിൻ്റെ അനുഭവസ്ഥനാണ്. അനുഭവമുള്ളവർ അനുഭവ സാക്ഷ്യം പറയണം. അനുഭവം ഇല്ലാത്തവൻ അനുഭവ സാക്ഷ്യം പറയാൻ എഴുന്നേക്കരുത്. അനുഭവമില്ലാത്തവൻ അഭിപ്രായം പറയാൻ ഇറങ്ങി വരരുത്. അനുഭവമുള്ളവനെ അഭിപ്രായം പറയാവൂ, അനുഭവമുള്ളവനെ അനുഭവ സാക്ഷ്യം പറയാവൂ. അനുഭവിച്ചവൻ പറയുകയാണ്, ഞാൻ കൊല്ലുന്നവനായിരുന്നു, ഞാൻ മരണത്തിൻ്റെ ശുശ്രൂഷയിൽ കിടന്നവനായിരുന്നു, എന്നാൽ ആത്മാവ് എൻ്റെ മേളിൽ വന്നു. ആ ആത്മാവ് എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങളെയും ഈ ആത്മാവ് ജീവിപ്പിക്കുവാനിടയാകും. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറയുമോ? ആത്മാവോ, the Spirit gives life. ഇത് അപ്പോസ്തലനായ പൗലോസ് പുറപ്പാട് പുസ്തകത്തിൽ നടന്നൊരു സംഭവത്തെയും കൂടെ ഈ വാക്യത്തിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 19,
20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടികളെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? മോശ ന്യായപ്രമാണവുമായി സീനായി പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടികളെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനു മുമ്പിൽ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. മോശയുടെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. മോശയുടെ മുഖത്ത്, മോശയുടെ സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്. അവൻ്റെ മുഖത്തിൻ്റെ തേജസ് നിമിത്തം ഇസ്രായേൽ ജനതയ്ക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കിന്നിനകത്ത് ഭയങ്കരമായ ഗ്ലോറി ഉണ്ട്, മുഖത്തൊരു പ്രകാശമുണ്ട്. 40 ദിവസം സീനായി പർവ്വതത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ്. എന്നാൽ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ തിന്മ കണ്ടപ്പോൾ മോശയുടെ അകത്ത് കോപമുണ്ടായി. സ്കിന്നിനകത്ത് ഗ്ലോറി ഉണ്ടായിരുന്നെങ്കിലും സ്പിരിറ്റിനകത്ത് അതില്ലായിരുന്നു. സ്പിരിറ്റ് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായി. ആ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് ദൈവം എഴുതി കൊടുത്ത കൽപ്പലകകളെ പൊട്ടിച്ചു കളഞ്ഞു. നമ്മളാണെങ്കിൽ നമ്മുടെ ബൈബിളിൽ ഒന്ന് അറിയാതെങ്കിലും ഒന്ന് ചവിട്ടിയാൽ, അറിയാതെങ്ങാനും കയ്യിൽ നിന്നൊന്ന് വീണാൽ, എന്നെ സംബന്ധിച്ച് ഞാനത് എടുത്ത് അതിനൊരു ചുംബനം കൊടുക്കും. ബൈബിൾ ഒന്ന് തറയെ വീഴാനോ ഒന്ന് ചവിട്ടാനോ പോലും നമ്മൾ തയ്യാറാകത്തില്ല. പക്ഷേ മോശ ദൈവത്തിൻ്റെ വിരലുകളാൽ എഴുതപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ കൽപ്പലകളെ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. പൊട്ടിച്ചിട്ട് 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവൻ എടുത്ത് തീയിലിട്ട് ചുട്ടരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഈ മനുഷ്യനെ നോക്കിയാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത്, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്ന്. തമ്പുരാൻ ഏത് ആംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കൊരു കാര്യം പിടികിട്ടി, മനുഷ്യൻ നോക്കുന്ന ആംഗിളിൽ നിന്നല്ല ദൈവം നോക്കുന്നതെന്ന്. ശബ്ദമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. പുറപ്പാട് പുസ്തകം 32ന്റെ 28ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. 3000 പേർ വീണു. 3000 പേർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. 33ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അന്ന് ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷയുമായി മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരിച്ചു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങൾക്കൊരു സത്യം അറിയുമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവിൻ്റെ തീയുമായി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. ഒന്നുകൂടെ പറയാം, മോശ ന്യായപ്രമാണവുമായി ഇറങ്ങി വന്നപ്പോൾ 3000 പേർ മരണപ്പെട്ടു. 3000 പേരുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. എന്നാൽ ആത്മാവിൻ്റെ ശുശ്രൂഷയുമായി, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുമായി പത്രോസ് ഇറങ്ങി വന്നപ്പോൾ 3000 പേരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. 3000 പേരകത്ത് ജീവനുണ്ടായി. ഇതറിയുന്ന പൗലോസ് പറയുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ സഭയിലാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിലാണ്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് വ്യാപരിക്കുന്ന അസാധാരണമായ ഒരു ജീവനുണ്ട്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ഈ പറയുന്നത് അതിശോക്തിയല്ല? ഏകദേശമൊക്കെ ചത്തവനെ പോലെ, മരിച്ചവളെ പോലെ, മരിച്ചവനെ പോലെ ഞാൻ ഈ ആലയത്തിൽ വന്നതാ, അല്ലെങ്കിൽ
എൻ്റെ പുറകോട്ടുള്ള സമയം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ആത്മീകമായി മരിച്ചിരുന്നു, ഞാൻ ആത്മാവിൽ ചത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനം, ഈ പുതിയ നിയമ ശുശ്രൂഷ എന്നെയും ജീവിപ്പിച്ചു, എന്നെയും ജീവിപ്പിച്ചു, എന്നെയും എഴുന്നേൽപ്പിച്ചു എന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഉറപ്പായും ക്രിസ്തുവിന്റെ ജീവൻ ദൈവസഭയിൽ, ശുശ്രൂഷയിൽ, ദേശത്തിൽ വ്യാപരിക്കണം. ഈ ആത്മാവോ ജീവിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടില്ലേ മക്കളെ? അതൊരു ചെറിയ വെളിപ്പാടല്ലത്, അതൊരു ചെറിയ റെവലേഷൻ അല്ല പൗലോസ് പറഞ്ഞത്. ഈ വാസ് എ മർഡർ, കൊലപാതകനായിരുന്നു ഇത് എഴുതിയ ആള്. ഹല്ലേലൂയ. ലോകത്തിന്റെ വഴികളിൽ നടന്നവനായിരുന്നു. സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തവനായിരുന്നു. അത്ര നീചനായിരുന്നു. ഒരു മനുഷ്യനെ എറിഞ്ഞു കൊല്ലുന്നത് ഒളിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച ഹൃദയമുള്ളവനായിരുന്നു ഈ പൗലോസ്. ആ മനുഷ്യൻ പറയുകയാണ്, ന്യായപ്രമാണം എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ, ന്യായപ്രമാണം എന്നെ ഹൃദയകാഠിന്യത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ആത്മാവ് എന്നെ ജീവിപ്പിച്ചു. ഇതിനകത്ത് വിശ്വസിക്കുന്നവരോട് പറയുന്നു, നീയും വിശ്വസിച്ചോ, ഈ ജീവൻ നിന്റെ മേളിലും വ്യാപരിക്കാനിടയാകും, നിന്റെ തലമുറകളുടെ മേൽ. ഇത് ചെറിയൊരു കാര്യമല്ല. എല്ലാ പാരമ്പര്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് കർത്താവെ പ്രാർത്ഥിക്ക്. ജീവിപ്പിക്കുന്ന ആത്മാവ് ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു തലമുറയെ ജീവിപ്പിക്കട്ടെ, ഒരു ജനറേഷനെ വീണ്ടും ജീവിപ്പിക്കട്ടെ. എൻ്റെ ആരാധനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എൻ്റെ ശുശ്രൂഷയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ, എൻ്റെ പ്രാർത്ഥനയിൽ ആ ജീവൻ വെളിപ്പെടട്ടെ. കർത്താവെ, ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടോണ്ടല്ല, ഈ സംസ്ഥാനത്തിന്റെ മേളിൽ ക്രിസ്തുവിന്റെ ജീവൻ. പ്രവാചകനായ എഹെസ്കേൽ പറയുകയാണ് 47-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, എന്നാൽ ഇനി നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കുമെന്നല്ല, ജീവിച്ചിരിക്കും. എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഇല്ല. ഹല്ലേലൂയ. ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായിട്ട് സകലവും ജീവിക്കും. പിണങ്ങിയിരിക്കാതെ, പാരമ്പര്യം പറഞ്ഞിരിക്കാതെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആത്മാവ് ജീവിപ്പിക്കും. എനിക്കതിൽ 100% ഉറപ്പുണ്ട്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, പരിശുദ്ധാത്മ പ്രവൃത്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആരാധനാലയങ്ങളിൽ കൂടി വന്നിരിക്കുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് ഈ മൈക്ക് കൈമാറിയാൽ അവർക്കെല്ലാം പറയാൻ ഒരു ആത്മീയ അനുഭവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ക്രിസ്ത്യാനിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അനുഭവമാണ്. മക്കളെ, നമ്മൾ ഇതിനെ റിജക്ട് ചെയ്താൽ, മനസ്സുകൊണ്ട് നമ്മളൊരു ക്രിട്ടിസൈസിങ് മൂഡിലേക്ക് പോയാൽ, നമ്മളൊരു ജഡ്ജായി മാറിയാൽ നമുക്കൊരിക്കലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. വിമർശിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുമെന്നല്ല, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഈ നദികൾ ഒഴുകും. കർത്താവിനെ അനുഭവിച്ചവർക്കേ അത് പറ്റുള്ളൂ. എന്ത് ത്യാഗം സഹിക്കാൻ, എന്ത് കഷ്ടത സഹിക്കാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും, ഒഴുകും. ഇത് ഒരു സഭാ ഹോളിനകത്ത് കെട്ടിക്കിടക്കുന്ന അല്ല, ഇത് ഒരുത്തന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന അല്ല, ഇതൊരു പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന പ്രസ്താവനയല്ല.
ഇത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, ഒരു പ്രസ്താവന ഇറക്കിയാൽ നിന്നു പോകുന്നതല്ല, ഇത് ഒഴുകുന്ന നദിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം ഇവിടെ വന്നത് കൊണ്ട്, ഹല്ലേലൂയ, ഇത് ജെറുസലേമിൽ ഒഴുകിയ നദിയാണ്. ഇത് പെന്തിക്കോസ് നാളിൽ വെളിപ്പെട്ട നദിയാണ്. ഈ നദി അവിടെ ഒഴുകിയോളായിരുന്നെങ്കിൽ, ഈ ഒഴുകിയ നദി അവിടെ കൊണ്ട് നിന്നു പോയിരുന്നെങ്കിൽ, വറ്റിപ്പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിത് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതൊരു രാജ്യത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു സംഘടനയ്ക്ക് വേണ്ടിയുള്ള നദിയല്ല, ഇതൊരു കൂട്ടത്തിന് വേണ്ടിയുള്ള നദിയല്ല, ഇത് വിശ്വസിക്കുന്നവന് വേണ്ടി ഒഴുകുന്ന നദിയാണ്. Who believe today? Who believe? ഇതിനകത്ത് ആർക്ക് വിശ്വസിക്കാൻ കഴിയും? ആർക്ക് ഇത് ഏറ്റെടുക്കാൻ കഴിയും? വിശ്വസിക്കുന്നവനിലേക്ക് ആത്മാവിന്റെ നദിയെ ഒഴുക്കുവാൻ ദൈവം തയ്യാറാണ്. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇരുളായിരുന്ന ഭൂമിയിൽ, ശൂന്യമായിരുന്ന ഭൂമിയിൽ, ആഴത്തിൽ ഇരുളായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, എവിടെങ്കിലും നിങ്ങൾ എംപ്റ്റിനെസ് അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്തിലെങ്കിലും നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നുണ്ടോ? ഞാനൊരു പാഴാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ലൈഫ് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? വാ തുറന്ന് നീ ദൈവത്തോട് പറയണം, പരിശുദ്ധ ആത്മാവേ, നീ എൻ്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. പരിശുദ്ധാത്മാവേ, നീ എൻ്റെ തലമുറകളുടെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ കുടുംബത്തിന്റെ മേളിലൊന്ന് പരിവർത്തിക്കണം. നീ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ മുകളിൽ ഒന്ന് പരിവർത്തിക്കണം. പരിവർത്തിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതുപോലെ ദൈവാത്മാവ് പരിവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിലെല്ലാം വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ സൃഷ്ടികളെ നോക്കുക, ജീവജാലങ്ങളെ നോക്കുക, എത്ര അതിശയകരമാണ്, എത്ര അത്ഭുതകരമാണ്. പക്ഷെ ഈ ഭൂമിയുടെ സ്ഥിതി അതല്ലായിരുന്നു. ഈ ഭൂമി പാഴായിരുന്നു, ഈ ഭൂമി ശൂന്യമായിരുന്നു, ഈ ഭൂമിയിൽ ഇരുളായിരുന്നു. പക്ഷേ ഈ കാണുന്ന മനോഹരമായ പ്രപഞ്ചം ഉണ്ടായി വന്നതിന്റെ പിറകിൽ ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് വെള്ളത്തിനു മീതെ. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കേരള സംസ്ഥാനത്തിന് മീതെ, ഈ ഭാരതത്തിനകത്ത്, എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ സഭയുടെ മേളിൽ, എൻ്റെ തലമുറകളുടെ മേളിൽ വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പരിവർത്തിക്കട്ടെ. സകലതും പുതുതാകണമോ? സാഹചര്യങ്ങൾ മാറണമോ? നിന്റെ മേളിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിട്ടുകൂട്, പരിവർത്തിക്കട്ടെ. വാ തുറന്ന് പറ, പരിശുദ്ധാത്മാവേ, വെള്ളത്തിന് മീതെ പരിവർത്തിച്ച പെന്തക്കോസ് നാളിൽ ഇറങ്ങി വന്ന, ഗിദെയോന്റെ മേളിൽ വെളിപ്പെട്ട, ശിംശോന്റെ മേളിൽ ഇറങ്ങി വന്ന, അപ്പോസ്തലന്മാരുടെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, സഭയുടെ മേൽ, ദേശത്തിന്റെ മേൽ പരിവർത്തിക്കണമേ, പരിവർത്തിക്കണമേ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ദൈവമാണ്. ആ ദൈവം തമ്പുരാൻ എനിക്ക് ഇച്ചിരി ജ്ഞാനം തരണേ, എനിക്ക് ഇച്ചിരി വിസ്ഡം തരണേ എന്ന് ചോദിച്ച ശലോമോന് അതിനൊരു ഇച്ചര എടുത്തു കൊടുത്തു. കുറച്ച് ഇച്ചര കൊടുത്തപ്പോൾ പുള്ളി നമ്പർ 1 ആയി മാറി ഭൂമിയിൽ. ശലോമോനേക്കാൾ ജ്ഞാനമുള്ളവൻ ഭൂമിയിൽ ഒരുത്തനും ഇല്ലാതായി മാറി. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ സ്റ്റെപ്പുകൾ, ദൈവത്തിന്റെ മൂവ്മെന്റുകൾ, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ ശ്രദ്ധിക്കണം. വെള്ളത്തിനു മീതെ ആത്മാവ് പരിവർത്തിക്കുന്ന സമയത്ത്, ദൈവ സാന്നിധ്യം നിൽക്കുന്ന സമയത്ത്, 3-ാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ വാ തുറന്നു പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ.
വെളിച്ചം ഉണ്ടായി. ആത്മാവ് ചലിക്കുമ്പം നീ വാ തുറക്കാങ്കിൽ അത് ക്രിയേറ്റഡ് ആയി വരും. ദൈവിക ജ്ഞാനം, ആ ദൈവിക വിസ്ഡം നിനക്കുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രഖ്യാപനങ്ങൾ ഫലകരമാകുന്നത് എപ്പോഴാണെന്നറിയോ? ഫ്രൂട്ട്ഫുൾ ആകുന്നത്, ഫുൾഫിൽ ആകുന്നത് പ്രസൻസ് ഓഫ് ഗോഡ് നിൽക്കുമ്പോൾ പറയണം. ദൈവം ഉപയോഗിച്ച അഭിഷിക്തന്മാരെല്ലാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രസൻസിൽ നിന്നുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ വർഷിപ്പ്, ആരാധന ദൈവത്തിൻ്റെ മഹത്വത്തെയും സാന്നിധ്യത്തെയും ശരിക്കും വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള ആരാധന, ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. ഈ വർഷിപ്പൊക്കെ ചെയ്ത പ്രസൻസിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തിയെന്ന്. ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പം നമ്മൾ പറയുന്ന ഡിക്ലറേഷൻ ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ടാണ് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങയാണെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പത്രോസ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനെ പോലും കിട്ടാതെ നിൽക്കുമ്പം യേശു വന്ന്, ലൂക്കോസ് 5:1 എഴുതിയിട്ടുണ്ട്, ആ തടാകത്തിൻ്റെ കരയിൽ യേശു കർത്താവ് വന്നിട്ട് നിന്റെ പടക ആഴത്തിലേക്ക് ഇറക്കി വല വീശാൻ പറഞ്ഞു. പുള്ളി അത് ചെയ്തു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. അവന് വല പൊക്കാൻ പറ്റാതെ വന്നു. കൂട്ടാളികളെ മാടി വിളിക്കേണ്ടി വന്നു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, ആശ്ചര്യത്തോടെ നിൽക്കുക, പ്രസൻസ് ഇങ്ങനെ നിൽക്കുക. ആ മൂവിൽ കർത്താവ് പറഞ്ഞു, ഫോളോ മീ. നീ പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക. ബ്രദറെ, അത് പിറ്റേ ദിവസം പറയാനിരുന്നെങ്കിലോ? പത്രോസായ ആ മിറക്കുലസ് പ്രസൻസിൽ നിൽക്കുമ്പോൾ പറയേണ്ട സാധനം പറയേണ്ട മൂമെന്റിൽ യേശു പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന സമയം, ചിലർ ആ സമയത്ത് കരയും, ചിലർ ആ സമയത്ത് ശരീരം അവർക്കത് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന ടൈമിൽ വാ അടച്ച് നിൽക്കാതെ നിന്റെ മക്കളെ നോക്കി, നിന്റെ ജീവിതത്തെ നോക്കി, ദേശത്തെ നോക്കി, ലൈഫിനെ നോക്കി, സഭയെ നോക്കി ചിലതൊക്കെ വാ തുറന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടായി വരും. വിശ്വസിക്കുന്നവർ എത്ര പേരിനകത്തിരുന്നെന്ന് എനിക്കറിയില്ല. ഇല്ലാത്തത് ഉണ്ടായി വരും, ഇല്ലാത്തത് ഉണ്ടായി വരും. I completely believe that a creative miracle സംഭവിക്കും. ആ കരങ്ങളൊന്ന് അടിച്ച് ആത്മാവിലൊന്ന് സ്വീകരിച്ചത്, ചിലതൊക്കെ വാ തുറന്നൊന്ന് പ്രഖ്യാപിച്ച്, അധരങ്ങൾ തുറന്ന് പ്രഖ്യാപിച്ച്, കള്ള പിശാചേ നിന്റെ സകല പദ്ധതികൾ യേശുവിൻ നാമത്തിൽ തകർന്നു മാറട്ടെ. മുഴുവൻ വീട്ടിനകത്തും സമൃദ്ധി ഉണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? ദൈവം. ഏറ്റവും വലിയ വിഷ്ണുള്ളത് ആരാണ്? ദൈവം. യേശു. ശലോമോനേക്കാൾ വലിയവൻ യേശു. ആ ദൈവം ആത്മാവ് വെള്ളത്തിന്റെ മീതെ ചലിക്കുന്നെന്നറിഞ്ഞപ്പോ വായും പൂട്ടി ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. വാ തുറന്ന് പറയേണ്ട സമയത്ത് പറഞ്ഞു. അടഞ്ഞുപോയ സകല വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഫൈനാൻഷ്യൽ ഏരിയയിലൊക്കെ ഭയങ്കര ഡെലിവറൻസ് ഉണ്ടാകട്ടെ. നിന്റെ സ്പിരിച്വൽ ലൈഫ് അപ്ലിഫ്റ്റഡ് ആകട്ടെ. യേശു കർത്താവ് യെരിഹോവിലൂടെ കടന്നുപോയില്ലേ? ഈ തിമായിയുടെ മകനായ ബർത്തിമായി ആളുകൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും ആലറിക്കൂവി വിളിച്ചില്ലേ? മുന്നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ ശാസിച്ചിട്ടും ഈ പുള്ളി ആലറിക്കൂവി വിളിച്ചില്ലേ? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമെന്ന്. അതിനകത്ത് ഒരു റീസൺ ഞാൻ പറയാം. ദൈവം അവനെ കൊണ്ട് അത് ജയിച്ചതാ. യേശു കർത്താവിന്റെ ഏറ്റവും അവസാനത്തെ യെരിഹോവിലൂടെയുള്ള യാത്രയായിരുന്നത്. അവന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ അവന്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. അത് അവൻ അങ്ങ് ഉപയോഗിച്ചു. എന്റെ ഭാഷ പറഞ്ഞ ഒരുത്തനെ നോക്കിയില്ല. ദാവീദ് പുത്ര
യേശുവേ എന്നോട് കരുണ ഉണ്ടാകണമേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. യേശുവേ. Jesus is here today. Amen. His presence is here. Amen. 2024 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല കടൽക്കരയിലൂടെ നടന്നവൻ, ഗലീല കടലിന്റെ മുകളിലൂടെ നടന്നവൻ, കബർന്നഹോമിലും നയീനിലും ബഥാനിയയിലും ജെറുസലേമിലും അത്ഭുതങ്ങളെ ചെയ്തവൻ, യെരിഹോ പട്ടണത്തിൽ അന്ധന്മാരുടെ കണ്ണ് തുറന്നവൻ, നയീൻ പട്ടണത്തിൽ വിധവയുടെ പൈതലിനെ ഉയർപ്പിച്ചവൻ. ഇന്ന് ഈ ആലയത്തിനകത്ത് നടക്കുന്ന കാലൊച്ച കേൾക്കുന്ന എത്ര പേരുണ്ട്? ഈ ആലയത്തിൽ നടക്കുന്ന കാലൊച്ച കേൾക്കുന്ന എത്ര പേരുണ്ട്? യേശു. എത്ര പേർ കേൾക്കുന്നുണ്ട്? എത്ര പേർ കേൾക്കുന്നുണ്ട്? All your financial issues, all the crisis, the presence of God will maintain everything. ദൈവ സാന്നിധ്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. Amen. ഹല്ലേലൂയ. Hallelujah. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടോ? Yes. ഉണ്ടെങ്കിൽ ഒരാളോട് ഇപ്പം വ്യക്തിപരമായി പ്രൊഫസ് ചെയ്തില്ലെങ്കിലും രോഗികൾക്ക് വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നിന്ന്, ഒരു ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. Amen. നിങ്ങളോട് വ്യക്തിപരമായി കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കും. DGS ദിനകരനങ്ങൾ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമാ, നീ ഇല്ലാത്ത വാഴ്വെല്ലാം വാഴ്വാകുമാ. യേശു ഇല്ലാത്ത കുടുംബം കുടുംബമാണോ? യേശു ഇല്ലാത്ത മക്കളും മക്കളാണോ? യേശു ഇല്ലാത്ത ബന്ധങ്ങൾ ബന്ധമാണോ? യേശുവിനെ പ്രസംഗിക്കാത്ത ശുശ്രൂഷകൾ ശുശ്രൂഷയാണോ? യേശുവിനെ ഉയർത്താത്ത ആരാധന ആരാധനയാണോ? യേശുവിനെ കൂടാതുള്ള ലൈഫ് ലൈഫാണോ? നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമാ, നീ ഇല്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമാ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് സമ്മാനം യേശു ആയിരിക്കണം. ഹല്ലേലൂയ. Amen. നീയില്ലാതെ നാളെല്ലാം നാളാകുമാ, നീയില്ലാമൽ വാഴ്വെല്ലാം വാഴ്വാകുമാ, നീയില്ലാതെ നാളെല്ലാം നാളാകുമാ, നീയില്ലാതെ. ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, 25,000 രൂപ കൊടുത്താൽ നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? നല്ലൊരു ബെഡ്, നല്ലൊരു മെത്ത മേടിക്കാൻ പറ്റുമോ? പറ്റത്തില്ലേ? അത്യാവശ്യം നല്ലൊരു മെത്ത മേടിച്ചൂടെ? 5,000 രൂപയ്ക്ക് മെത്ത കിട്ടും, 25,000 രൂപയ്ക്ക് മെത്ത കിട്ടും, മേടിച്ചൂടെ? പക്ഷെ 5,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും 25,000 രൂപയ്ക്ക് മേടിച്ച മെത്തയാണെങ്കിലും സമാധാനയിലെ എങ്ങനെ ഉറങ്ങും? ഉറക്കം ദൈവം തരണ്ടേ? വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കി ഒത്തിരി ആഹാരങ്ങളുണ്ട്, അതും ഇതും ഒക്കെ ഉണ്ട്, 4-5 വേലക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ. പക്ഷെ ആ വീട്ടിലൊന്നും അടിയും വഴക്കും പ്രശ്നമാണെങ്കിൽ വെച്ചുണ്ടാക്കിയ ആഹാരം എങ്ങനെ കഴിക്കും? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങളുടെ മകളുടെ മകന്റെ കല്യാണം അങ്ങ് ഭൂമി മാറ്റി അങ്ങ് ആകാശത്ത് എമിറേറ്റ്സിൻ്റെയോ എയർ ഇന്ത്യയുടെയോ വിമാനത്തിനകത്ത് ഫ്ലൈറ്റിനകത്ത് വെച്ച് കല്യാണം നടത്തിയാലും നല്ലൊരു കുടുംബജീവിതം ദൈവം തരണ്ടേ? ആ കുടുംബജീവിതം സക്സസ് ആകുന്നത് കല്യാണത്തിന് കൊടുത്ത ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലോ വിളമ്പിയ ഭക്ഷണമോ
അല്ലെങ്കിൽ വന്ന ആളുകളുടെയോ അനുഭവത്തിലോ അല്ല. പ്രിയപ്പെട്ടവരെ, യേശുവില്ലാത്ത ജീവിതം ജീവിതമല്ല. യേശുവിനെ കൂടാത്ത പാട്ടുകൾ പാട്ടല്ല. യേശുവില്ലാത്ത പ്രസംഗം പ്രസംഗമല്ല. യേശുവില്ലാത്ത ജീവിതം എങ്ങനെയാണെന്നറിയാവോ? കരക്കിട്ട മീനെ പോലെയാ. ഒരു മീനെ വെള്ളത്തിൽ നിന്ന് കരക്കിട്ടാൽ അതെങ്ങനെയായിരിക്കുമോ അതിൻ്റെ അനുഭവം, അതുപോലെ ആയിരിക്കും ഒരു ദൈവ പൈതൽ പ്രസൻസിൽ നിന്ന് മൂവ് ചെയ്താൽ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ. പക്ഷെ ആ പ്രസൻസ് ഓഫ് ഗോഡിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ അവൻ എന്തോ ഒരു എനർജി കിട്ടിയ പോലെയാണ്. ഞാൻ ഈ പറയുന്ന അനുഭവം ഉള്ളവരൊന്ന് കൈകൾ അടിച്ച ദൈവത്തിൽ. How many people are experienced that? Hallelujah. അതുകൊണ്ടാണ് യോഹന്നാൻ 6:63 യേശു പറഞ്ഞത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ചൂണ്ടയിടുന്നവർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ബൈബിൾ തുറന്നു വെച്ച് ഭയങ്കര പ്രതീക്ഷയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ ഇങ്ങനെ വായിക്കുമ്പം, വായിച്ച വചനങ്ങൾ വാഗൊണ്ട് പിന്നെ ഏറ്റു പറയുമ്പം, അത് വീണ്ടും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴും ജോലി സ്ഥലത്ത് പോകുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നീ പോലും അറിയാതൊരു ജീവൻ ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. ഒരു ഭയങ്കര ലൈഫ് ഇങ്ങനെ അകത്ത് വ്യാപരിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതനാകും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഓ, ഞാനിത് പറയുമ്പോൾ ഐ ആം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഓ, ഹല്ലേലൂയ. ജീവിപ്പിക്കുന്നത് ഡോളറല്ല, ജീവിപ്പിക്കുന്നത് പൗണ്ടല്ല, ഒരു പുതിയ വിസയല്ല, പുതിയ രാജ്യമല്ല, പുതിയ സംവിധാനമല്ല. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ശബ്ദമുയർത്തി ഒരു ആമേൻ പറയാവോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചപ്പം ഈ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം ഇച്ചിരി ലോങ് ആണ്. അത് മുഴുവൻ കർത്താവ് സംസാരിച്ച വചനങ്ങളാണ്. 666 എവിടെ എഴുതിയിരിക്കുന്നത്? 666 എന്ന സംഖ്യ എവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിലല്ലേ? വെളിപ്പെടാൻ പോകുന്ന എതിർ ക്രിസ്തുവിന്റെ സംഖ്യയോ 666. എന്നാൽ വേദപുസ്തകത്തിൽ വേറൊരു 666 ഉണ്ട്. അത് കൃത്യമായി പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകത്തിലെ 666 പോകാൻ പോകുന്ന ആളുകളാണ് യോഹന്നാൻ 6:66. യോഹന്നാൻ 6 അതൊരു 666. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. 666 അല്ലയോ യോഹന്നാൻ 6:66. അതൊരു 666. ഈ വരാനുള്ള 666 പെടാൻ പോകുന്നത് ഈ ടീമാ. ഈ വിശ്വാസത്തിൽ നിന്ന് ദൈവകൃപയിൽ നിന്നൊക്കെ വല്ലവനെയും കണ്ട് പിൻവാങ്ങിപ്പോന്നവൻ. എന്താ ഇവര് പിൻവാങ്ങിപ്പോയത്? അതിന്റെ കാരണം കർത്താവ് ഈ യോഹന്നാൻ 6 അതിശക്തമേറിയ വെളിപ്പാട് കൈമാറിയത്. അപ്പം തിന്നാൻ, അത്ഭുതം കാണാൻ, പ്രവചനം കേൾക്കാൻ, ഇതിനൊക്കെയാണ് അവർ വന്നത്. പക്ഷെ അന്ന് കർത്താവ് നിന്ന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ നിപ്പ് നിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വചനം പറഞ്ഞു, വെളിപ്പാട് കൈമാറി. അപ്പൊ പിന്നെ അവർക്ക് യോഹന്നാൻ 6:65 ഇത് ഹേതുവായിട്ട് അത്രയും ഞാൻ നിങ്ങളോട് പറയുന്നത്, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. 66-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചതുമില്ല. ഹല്ലേലൂയ. അതൊരു 666 കേട്ടോ. കാരണം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ പ്രസൻസിനകത്തുനിന്ന് പോകരുത്. സഭയോട് പറയാൻ കർത്താവ് പറയുന്നു, പ്രസൻസിനകത്തുനിന്ന് പോകരുത്. നിങ്ങളുടെ വണ്ടിക്കകത്താണെങ്കിലും മറ്റ് ചിന്തകളൊക്കെ കയറി വരുന്നെങ്കിൽ അപ്പോഴേ നല്ലൊരു വർഷിപ്പ് സോങ് അതിനകത്ത് പ്ലേ ചെയ്യണം. നിങ്ങളുടെ ആത്മാവിനെ തൊടുന്ന, ദൈവത്തോട് അടുപ്പിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്ന പാട്ടുകൾ, മെസ്സേജുകൾ നിങ്ങൾ കേൾക്കണം. എൻ്റെയർ ദ ബൈബിൾ നിങ്ങൾ വായിക്കണം.
യശയ്യാവിന്റെ പ്രവചനം 32:15 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഈ ആത്മാവ് പകരപ്പെട്ട് കഴിയുമ്പോൾ അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. Amen. ഈ നിങ്ങളുടെ ലൈഫിൻ്റെ ആ മരുഭൂമി, വിൽഡർനെസ്, ആ ഡ്രൈനെസ് ഉദ്യാനമാകണം. ആത്മാവ് നിങ്ങളുടെ മേൽ പകർന്നാൽ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. യെശയ്യാ 44:3 വാക്യത്തിൽ വീണ്ടും പ്രവാചകൻ പറയുന്നു, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെ പിടിച്ചോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇത് പിടിച്ചു, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ വാക്യത്തെ സ്വീകരിച്ചോണം. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ വാക്യത്തെ സ്വീകരിച്ചോണം. നിന്റെ തലമുറകളുടെ മേൽ അവന്റെ ആത്മാവിനെയും എന്റെ സന്താനത്തിന്റെ മേൽ അവന്റെ അനുഗ്രഹത്തെയും എന്റെ ദൈവം പകരും. ഞങ്ങളുടെ ദൈവദാസന്മാർ ഇന്ന് എന്നെ ആരൊക്കെ ഇപ്പോൾ കേൾക്കുന്നു, സ്വർഗത്തിലെ അപ്പ അവരുടെ സന്തതി മേല് നിന്റെ ആത്മാവിനെയും അവരുടെ സന്താനങ്ങളുടെ മേളിൽ നിന്റെ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. അവരുടെ തലമുറകളുടെ മേളിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മാവിനെയും അവരുടെ സന്താനങ്ങളുടെ മേളിൽ നിന്റെ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. I receive it. Amen. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ. ആ കൈകളൊന്ന് ഉയർത്തി പാടിയേ. വാഗ്ദത്തം നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ. വാനവും ഭൂമിയും മാറിയിടുമേ, ഈ വചനത്തിനോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ. ഈ വരി ഞാൻ നിങ്ങളെ നോക്കി പാടുക. നിനക്കാ കരുതും അവൻ നല്ലയോ, നിനക്കാ കരുതും അവൻ നല്ലയോ, കഷ്ടങ്ങളിൽ നല്ല തുണയെ കണ്ണുനീരാവൻ തുടയ്ക്കും. എൻ്റെ കഷ്ടങ്ങളിൽ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമാണ്. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. എൻ്റെ ആത്മാവ് ദൈവം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു, വചനം പറയുന്നു, എൻ്റെ ആത്മാവ് നിന്റെ സന്തതിയുടെ മേൽ വന്നാൽ നിന്റെ സന്തതികളും നിന്റെ സന്താനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയാൻ. പറഞ്ഞേ, നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവാണ്. ഈ നദി ഒഴുകണം. ഈ ഞാനൊരു വാക്യം ഒന്ന് വായിപ്പിക്കുകയാണ്. ഗലാത്യർ 5:25 എഴുതിയിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ. അങ്ങനെ ഒരു ജീവിതമുണ്ട്. പറഞ്ഞ അങ്ങനെ ഒരു ജീവിതമുണ്ട്. എങ്ങനെയുള്ള ജീവിതം? ആത്മാവിനാൽ നാം ജീവിക്കുന്നെങ്കിൽ ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും വേണം. അല്ലാതെ എന്തുവാ? 24 വാക്യം നോക്കി. അല്ലാതെ എന്തുവാന്ന്? എന്നാ നോക്കി? ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ഒന്നുകൂടെ പറഞ്ഞ അല്ലാതെ. അതിന് 26 വാക്യം നോക്കി. അല്ലാതെ നാം അന്യോന്യം
പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളായി നടക്കരുത്. ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നീ സ്പിരിറ്റ് പേഴ്സൺ ആയിരിക്കണം. ആമേൻ. അന്യോന്യം അസൂയപ്പെട്ടും വൃഥാഭിമാനികളായും പാര വെച്ചും പണി കൊടുത്തും ഒക്കെ പോകുന്ന ഒന്നും സ്പിരിച്വൽ അല്ല. That is not a spirit, that is not a Holy Spirit, that is not a spiritual thing. Let us also walk in the Spirit. Walk in the Spirit. Walk in the Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Walk in the Spirit. അത് മക്കളെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ പറയത്തില്ല എപ്പോഴെങ്കിലും റേഞ്ച് പോകുന്നെന്ന് കണ്ടാൽ, എപ്പോഴെങ്കിലും കണക്ഷൻ പോകുന്നെന്ന് കണ്ടാൽ പെട്ടെന്ന് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട്. പേഴ്സണൽ പ്രെയർ, പ്രേയിങ് ഇൻ ടങ്സ്, അന്യഭാഷയെ പ്രാർത്ഥന, നല്ല സ്പിരിച്വലായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക, വർഷിപ്പ് കേൾക്കുക, നല്ല മെസ്സേജുകൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും ഓടിക്കളയുക. ജോസഫ് ഇറങ്ങി ഓട്ടിയതുപോലെ ഓടിക്കളയുക. Amen. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? ഞാനതിൻ്റെ കാരണം പറയാം. ഈ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കി, എനിക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. ലൂക്കോസ് 2:25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യെരൂശലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനുമായിരുന്നു. അടുത്ത വാക്യം എല്ലാവരോടും പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ച, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കൈയിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, യേശുവിനെ ശിമയോൻ കണ്ടു. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? 2 കാര്യം ഞാൻ പറയുന്നുള്ളൂ. 2 കാര്യം. ഒന്ന്, പരിശുദ്ധാത്മാവ് അവന്റെ മേലിലുണ്ടായിരുന്നു. 2, അവൻ നടന്നത് ജഡത്തിലല്ല, അവൻ നടന്നത് ആത്മനിയോഗത്തിലാണ്. വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി. ഒന്ന് കരമടിച്ച് കർത്ത, ആത്മാവിൽ നടന്നവൻ ആത്മാവിനെ നൽകുന്നവന്റെ അടുക്കലെത്തി. ശിമയോന്റെ കണ്ണ് യേശുവിനെ കണ്ടതിന്റെ പിറകിൽ ഒറ്റ കാര്യം. അന്ന് നിങ്ങൾ ഈ പറയുന്ന പോലെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒഫീഷ്യലി പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലിലും അങ്ങനെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷമാണ് വിശ്വസിക്കുന്ന എല്ലാവരിലേക്കും ഇതങ്ങ് ഒഴുകുന്നത്. പക്ഷെ അന്ന് പോലും ശിമയോന്റെ മേലിൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉള്ളവൻ വഴി തെറ്റാതെ, പേരും നാളും ഒന്നും ചോദിക്കാതെ, ഒരു അഡ്രസ്സും എടുക്കാതെ കൃത്യമായിട്ട് നടന്ന് കൃത്യമായിട്ട് ആത്മാവിൽ നടന്ന് ആത്മാവിനെ നൽകുന്നവന്റെ അടുത്തെത്തി. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ, ചേർന്ന് ഒരു ആമീൻ പറയാവോ? ഹല്ലേലൂയ. റോമർ 7:6 വാക്യം. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. എല്ലാവരും ഒന്ന് പറഞ്ഞ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. ആത്മാവിന്റെ പുതുക്കത്തിൽ. നമ്മൾ എപ്പോഴും ഈ ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെയും പിന്നെയും വായിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നതല്ല ശരിക്കും ആത്മാവിലുള്ള ആരാധന.
എരിഹോ വഴി യേശു കടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായിയോട് നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, അത് നസറേയനായ യേശു ആണ് പോകുന്നതെന്ന്. പുള്ളി ചോദിച്ചു, ഇതുവഴി ആരായി പോകുന്നത്? വലിയ ബഹളമൊക്കെ കേൾക്കുന്നല്ലോ, ആരാ ഈ വഴി പോകുന്നതെന്ന് ചോദിച്ചു. കണ്ണു കാണാൻ വയ്യല്ലോ പുള്ളിക്ക്. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു കൊടുത്തു, നസറേയനായ യേശു ഇതുവഴി പോവുക എന്ന് പറഞ്ഞു. ശരിക്കും പുള്ളി വിളിക്കേണ്ട എന്തുവാ? ഇവരെന്തോ പറഞ്ഞു കൊടുത്തേ, നസറേയനായ യേശു ഇതുവഴി പോകുന്നു. പക്ഷെ പുള്ളി വിളിച്ച എന്നാ? ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണയുണ്ടാകണം. ഇവര് ചൊല്ലിക്കൊടുത്തത് പുള്ളി ഏറ്റുവല്ലുമായിരുന്നോ? ഈ ചൊല്ലിത്തരുന്നത് ഏറ്റുവല്ലുന്നതല്ല പ്രാർത്ഥന, ഇങ്ങനെ അകത്തുനിന്ന് വരുന്നതാണ് പ്രാർത്ഥന. ഒന്ന് കരം അടിച്ച് കർത്താൻ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? പ്രാർത്ഥന നിന്റെ ആത്മാവിൽ നിന്ന് വരണം, നിന്റെ വേദനയിൽ നിന്ന് വരണം, നിന്റെ ഉള്ളിൽ നിന്ന് വരണം, ദൈവത്തോടുള്ള ആ ഇന്റിമസിയിൽ നിന്ന് വരണം. ഹല്ലേലൂയ. ഞാനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിപ്പിക്കുന്ന ഈ ജലത്തെക്കുറിച്ചാണ്. ചേർന്നൊരു ആമീൻ പറഞ്ഞോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ നദിക്കും ലോകത്തിൽ നമ്മൾ കാണുന്ന വെള്ളത്തിനും ഇത് രണ്ടും ചെയ്യുന്ന ഒരുപോലത്തെ ചില പ്രവൃത്തികളുണ്ട്. ഈ വെള്ളം ശുദ്ധിയുള്ളതാണ്. വെള്ളം എന്നാ ഉള്ളതാ? പക്ഷെ അതിന് നിറമുണ്ടോ, മണോ, രുചിയോ? പക്ഷെ വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. വെള്ളത്തിനൊരു രൂപമുണ്ടോ? പക്ഷെ വെള്ളം കൂടാതെ ഒന്നിനും രൂപം ഉണ്ടാവുമോ? പറഞ്ഞു, വെള്ളത്തിന് രൂപമുണ്ടോ? ഇപ്പൊ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ പിന്നെ വെള്ളത്തിന് എന്തിൻ്റെ രൂപമാണ്? ഗ്ലാസിൻ്റെ രൂപം. വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ വെള്ളം പാത്രത്തിൻ്റെ രൂപത്തിലാവും. എൻ്റെ ചോദ്യം ഇതാണ്, വെള്ളത്തിന് രൂപമില്ല, പക്ഷെ വെള്ളം കൂടാതെ ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും രൂപമുണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ പകുതിയും നമ്മൾ വെള്ളം. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും എല്ലാം രൂപം. നല്ല റോസാ ചെടി നല്ല രസമായിട്ട് നിൽക്കുന്നു, നല്ല ചെടി നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത്. ഒരു 5 ദിവസം വെള്ളം ഒഴിക്കാൻ നോക്കി, അല്ലെ ഒരാഴ്ച അതിന് വെള്ളം കൊടുക്കാനും നോക്കി, എൻ്റെ രസമൊക്കെ അങ്ങ് പോവും. ആരും മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതും അതും ആ പൂ പോലും ഷെയ്പ്പായി നിൽക്കുന്നത്, ആ ചെടി പോലും ഷെയ്പ്പായി നിൽക്കുന്നത് വെള്ളമുള്ളതുകൊണ്ടാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്ന പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. വെള്ളത്തെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല. ഉറപ്പാ. അതുകൊണ്ടാണ് യേശു കർത്താവും പരിശുദ്ധാത്മാവിനെ ജീവജല നദിയോടുകൂടെ ഉപമിച്ചത്. ഒഴുകുന്ന വെള്ളം. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. നിങ്ങളുടെ സന്തതിമേൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് എന്ത് സംഭവിക്കണം? എൻ്റെ ആത്മാവ് നിന്റെ മക്കളുടെ മേൽ വരണം. വെള്ളത്തിന് കാഴ്ചയിൽ ശക്തിയുണ്ടോ? കാഴ്ചയിൽ ഒരു ശക്തിയില്ല. പക്ഷെ ഈ വെള്ളമാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളത്തിനകത്തുനിന്ന് ഈ പവർ ഉണ്ടായി വരുന്നെങ്കിൽ, ഹല്ലേലൂയ, കറണ്ടിനകത്തുനിന്ന് ഈ റേഡിയോയും മൈക്കും ഉൾപ്പെടെ കേൾക്കുന്നെങ്കിൽ, ഈ എനർജികളുടെ എല്ലാം പുറകിൽ, അതാണ് ആ കിണറ്റിൽ വെള്ളം കോരാൻ വന്ന ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുവാൻ. എത്ര പേർക്ക് വേണോ ആ ജീവനുള്ള വെള്ളം? നീ ദൈവത്തിന്റെ ദാനവും. എവറിത്തിങ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, മൈ ബ്രദർ. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാന. ഒന്നും ഈ ഭൂമിയിൽ അഹങ്കരിക്കാനില്ല, എല്ലാം ദൈവത്തിന്റെ ദാന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാൾ ഓക്സിജൻ ശ്വസിച്ചതിന് തമ്പുരാൻ എന്നാ കൊടുത്താൻ പറ്റും? എല്ലാം കൃത്യമായിട്ടല്ലേ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. എല്ലാം കറക്റ്റ് അല്ലേ? അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ, എത്ര അതിശയവും ഭയങ്കരവുമായി അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കണ്ണ് കറക്റ്റായിട്ടല്ലേ വെച്ചിരിക്കുന്നത്? ഈ കണ്ണ് രണ്ടും ഇപ്പുറത്ത് പോയിട്ട് ഈ ചെവി ഇവിടെ വെച്ചിരുന്നുള്ള സ്ഥിതി തന്നെയായിരുന്നു. ഇങ്ങനെ ഇരുന്നേനെ. കൈ എല്ലാം അതിശയവും
ഭയങ്കരമായി. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മാവിൽ കർത്താവ് വസിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നോക്കണം. ദൈവത്തിൻ്റെ വീട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത്യാവശ്യം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക. ഒത്തിരി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. നിങ്ങളുടെ BP, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. കർത്താവിൻ്റെ ശരീരമാണ്. അത്യാവശ്യം കുറച്ച് എക്സസൈസ് ചെയ്യുക. ഇച്ചിരി നേരം നടക്കാൻ പോവുക. വെള്ളം ഭയങ്കര ശക്തമാണ് പ്രിയപ്പെട്ടവരെ. വെള്ളം ഭയങ്കര പവറുള്ളതാണ്. അതാ യേശു പറഞ്ഞ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ ലോകപ്രകാരം ഒഴുകുന്ന എല്ലാ നദികൾക്കും പച്ചയുള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കാൻ പറ്റും. ഉറപ്പല്ലേ? വാടി നിൽക്കുന്ന ചെടിക്ക് എന്നാ ഒഴിക്കും? മൂട് വരെ കരിഞ്ഞുണങ്ങിപ്പോയാലോ? പിഴുതുകളയത്തല്ലേ ഉള്ളൂ. ചട്ടി വേസ്റ്റ് ആക്കത്തില്ലല്ലോ. സ്ഥലവും മെനക്കെടുത്തതില്ല, എടുത്തു കളയില്ലേ? ദൈവം ഒഴുക്കുന്ന നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിലെ നദികൾ പച്ച ഉള്ളതിന് കുറച്ചുകൂടെ പച്ചിപ്പ് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നദിയുടെ പ്രത്യേകത ഉണങ്ങിപ്പോയതിനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തതിന് ഈ നദി കിളിപ്പിക്കും. ആ അനുഭവം ഉള്ളവർക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒരു പ്രതീക്ഷയില്ലാത്തതിന് ഈ നദി കിളിപ്പിക്കും. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. എല്ലാവരും എന്നെ കേട്ടായി. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. വെട്ടിയാൽ, ഞാനിന്ന് ഇത് പറയുമ്പോ എൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, വെട്ടിയിട്ടുണ്ടോ പൊട്ടിക്കിളിർക്കാനാണ്. വെട്ടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കിളിർത്തിരിക്കും. യേശു കർത്താവ് പറയുന്നു, അധികം ഫലം കായ്ക്കേണ്ടതിന് അധികം ചെത്തി വെടിപ്പാക്കുന്നു. നിന്റെ സാമ്പത്തിക മേഖലയെ വെട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ ചില മേഖലകളെ പിശാച് ലക്ഷ്യം വെച്ച് വെട്ടിയിട്ടുണ്ടെങ്കിൽ, നീ എഴുതി വെച്ചോ, നീ പൊട്ടിക്കിളിർത്തിരിക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെട്ടാത്ത ഒരു വൃക്ഷവും മുറിക്കാത്ത ഒരു റോസയും പൊട്ടിക്കിളിർത്തിട്ടില്ല. വെട്ടിയിട്ടുണ്ടോ പിശാചേ? നീ ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് വെട്ടിയാൽ മറുഭാഗത്തന്നെ പൊട്ടിക്കിളിർപ്പിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ആത്മാവില്ലാത്ത, കണ്ണില്ലാത്ത, മൂക്കില്ലാത്ത, ചെവിയില്ലാത്ത, ദൈവത്തിന്റെ സാദൃശ്യത്തിലല്ലല്ലോ ദൈവം വൃക്ഷത്തെ സൃഷ്ടിച്ചേ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിന്നെയും എന്നെയല്ലേ സൃഷ്ടിച്ചേ. വൃക്ഷം അങ്ങനെ അല്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു വൃക്ഷത്തിന് പോലും അതിനെ വെട്ടിയാൽ അതിന് ഹോപ്പുണ്ടെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിന്റെ പ്രത്യാശ എവിടെ പോയി? നിന്റെ പ്രതീക്ഷ എവിടെ പോയി? എന്റെ കർത്താവ് ഈ കുരുകിലിനെക്കായാലും ഈ വൃക്ഷങ്ങളെക്കായാലും വിശേഷതയുള്ളതായിട്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. Never lose your hope. നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഇനി കേട്ടെ, ഞാൻ വെള്ളം ജീവിപ്പിക്കുന്ന നദി എന്ന വിഷയത്തിലാണ് നിൽക്കുന്നത്. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് മക്കളെ. വെട്ടിയെറിഞ്ഞാലും പൊട്ടിക്കിളിർക്കും. ഇനി പെട്ടെന്ന് വെട്ടി എറിഞ്ഞിട്ട് പൊട്ടിക്കിളിർത്തില്ലെങ്കിലോ? 8-ാമത്തെ വാക്യം വരുന്നുണ്ട്. അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണി കെട്ടാലും 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ അത് തളിർവിടും.
ഞാൻ പറയുന്നത് ലോകത്തിന്റെ വെള്ളമല്ല, നദിയല്ല, വെട്ടിക്കളഞ്ഞതിനെ, വേര് വരെ ഉണങ്ങിപ്പോയതിനെ Yes. പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച് കൊണ്ട് Amen. നിന്നെ കിളിർക്കുമാറാക്കുന്ന ഒരു തൈ പോലെ നിന്നെ തളിർവിടിവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിതാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, ഞാൻ അലയാനിതാ. ഓ വരികയില്ല, അവനെന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ മറവിടമായി എനിക്കേശുണ്ട്. മറച്ചിടും അവനെന്നെ ചിറകടി, മറന്നിടാതിവിടെന്നെ പ്രിയപ്പെട്ടവരെ, ആ വാക്യം അങ്ങ് അകത്തോട്ട് കയറണം. ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. ഞാനൊരു വൃക്ഷത്തിന് മുകളിലാണ്. ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അവന്റെ മകനാണ്, മകളാണ്. ഞാനൊരു വൃക്ഷം പോലെ അല്ല. എനിക്കൊരപ്പായുണ്ട്, എനിക്കൊരപ്പായുണ്ട്. എനിക്ക് സ്വർഗത്തിലൊരു അപ്പായുണ്ട്. എനിക്ക് ദൈവമുണ്ട്. അവൻ എൻ്റെ അപ്പായ, ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ഒരു വൃക്ഷത്തിന് പോലും പ്രത്യാശയുണ്ടെങ്കിൽ, വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കുമെങ്കിൽ, ആത്മാവനോട് ഇങ്ങനെ സംസാരിക്കുന്നു. വെട്ടുകൊണ്ടിട്ടുള്ളവനെല്ലാം പൊട്ടിക്കിളിർത്തിട്ടുണ്ട്. ഇളക്കൊമ്പുകൾ വിടാതിരുന്നിട്ടില്ല. എന്നാൽ വേര് വരെ ഉണങ്ങിപ്പോയെങ്കിൽ, അത് പഴകിയെങ്കിൽ, അതിന്റെ കുറ്റി മണ്ണിൽ ഇങ്ങനെ ദ്രവിച്ചെങ്കിലും, ഇതാ വരുന്നുണ്ട് വെള്ളം. ഒരു പെരുമഴ വരുന്നുണ്ട്. വെള്ളത്തിന്റെ ഗന്ധം അതിന്റെ മേളിൽ അടുക്കുമ്പോൾ, തീർന്നു, കരിഞ്ഞു, കഴിഞ്ഞു എന്ന് പറഞ്ഞത് പ്രതീക്ഷിക്കാത്തൊരു പൊട്ടിക്കിളിർപ്പ്, പ്രതീക്ഷിക്കാത്തൊരു തളിരിടിയിൽ, പ്രതീക്ഷിക്കാത്തൊരു ഫലം കായ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുക. അത് പൊട്ടിക്കിളിർക്കും. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ച് അധരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഓ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ. വരികയില്ല, അവനെന്നെ പിരികയില്ല. വലതു കൈ പിടിച്ചെന്നെ നടത്തിടുന്നു. വരികയില്ല, അവനെന്നെ പിരികയില്ല. ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ, ആത്മാവോ ജീവിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിന്റെ മരുഭൂമി ഉദ്യാനമാകാൻ, ഉദ്യാനം വനമായി മാറാൻ നിന്റെ ആത്മാവിനെ എന്റെ മേൽ പകരണമേ. സ്വർഗീയ പിതാവേ, എന്റെ സന്തതി മേൽ നിന്റെ ആത്മാവിനെയും എന്റെ സന്താനത്തിന്റെ മേൽ അനുഗ്രഹങ്ങളെയും അവിടുന്ന് പകരണമേ. നീന്തിയിട്ടല്ലാതെ
കടപ്പാൻ കഴിയാത്ത ആ നദി എന്റെ മേൽ പകരണമേ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആ നദി എന്റെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ജീവിപ്പിക്കണമേ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ജീവിപ്പിക്കണമേ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ചില മിനിറ്റുകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ നദി, ഈ ആത്മാവിന്റെ നദി നിന്റെ മക്കളുടെ മേൽ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആണ്ടുകൾ തീരും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ, പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചതുപോലെ എന്റെ ഭവനത്തിന്റെ മുകളിൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ കർത്താവേ. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം, ആത്മാവിന്റെ പുതുക്കം വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. വാ തുറന്ന് പറയണം, മുട്ടോളം പോരെ കർത്താവേ, അരയോളം പോരെ കർത്താവേ. നീന്തിട്ടല്ലാതെ കയറാൻ കഴിയാത്ത അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ. അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നമ്മുടെ അകത്തെ ദാഹം, നമ്മുടെ അകത്തെ thirst കർത്താവ് കാണട്ടെ. ആത്മാവ് ജീവിപ്പിക്കുന്നു. മകളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം യേശു ക്രിസ്തുവിലുണ്ട്, യേശു ക്രിസ്തുവിലുണ്ട്.